എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡിപ്രഷൻ ഉള്ളവരെക്കുറിച്ച് സാധാരണഗതിയിൽ മറ്റുള്ളവർ എന്താണ് കരുതുന്നത്? ഇത് ഡിപ്രഷൻ സ്റ്റിഗ്മ എന്ന് വിളിക്കാം. ഡിപ്രഷൻ ഉള്ളവർ വളരെ മോശം പെരുമാറ്റമുള്ളവരാണ്, അവർക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവില്ല, അവർ ക്ലീൻലിനെസ് പാലിക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ സ്റ്റിഗ്മകൾ, കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാണ്, അതിലെ യാഥാർത്ഥ്യം എന്താണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുള്ളവർ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതുവാൻ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എഴുതി ചോദിക്കാം, ഞാനതിന് മറുപടി പറയാം. ഈ വീഡിയോ കാണുന്നതിനിടയിൽ ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷൻ വായിക്കരുത്, കാരണം നിങ്ങൾ കൺഫ്യൂസ് ആവും. വീഡിയോ കാണുമ്പോൾ വീഡിയോ മാത്രം കാണുക എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. ഡിപ്രഷൻ്റെ സ്റ്റിഗ്മകൾ എന്തൊക്കെയാണ്? മറ്റുള്ളവർ കരുതുന്നതാണോ ശരി? സാധാരണഗതിയിൽ ഡിപ്രസീവ് ഡിസോർഡർ, അതെല്ലാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ, മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ക്ലിനിക്കൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ആ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഡിപ്രഷനുള്ള ആളുകളെ കുറിച്ച് മറ്റുള്ളവർ പറയാറുള്ളത്, അയാൾക്ക് അയാളുടെ ഹൈജീനിൽ, അതായത് ശാരീരിക മാനസിക ക്ലീൻലിനെസ്സിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല, അയാൾക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നാണ് പറയുക. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതൊന്നും ചെയ്യാനുള്ള ഒരു ശാരീരിക അവസ്ഥയിലോ മാനസിക അവസ്ഥയിലോ അല്ല അവരെപ്പോഴും ക്ഷീണിച്ചതായിട്ട് അവർക്ക് തോന്നുന്നു, അവരത് ഫീൽ ചെയ്യുന്നു. ഡിപ്രഷൻ്റെ ലക്ഷണം അതാണ്. അതുകൊണ്ട് അവർക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, അവർക്കത് കഴിയുന്നില്ല എന്നർത്ഥം. രണ്ടാമത്, അവർ അങ്ങേയറ്റം സ്റ്റബോൺ ആണ്. അതായത് ആര് പറഞ്ഞാലും കേൾക്കില്ല, ആരുടെ ഉപദേശവും ചെവിക്കൊള്ളില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ. അങ്ങനെയാണ് മറ്റുള്ളവർ പറയാറ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? അവരുടെ മനസ്സിനകത്ത് ഇത്രയധികം ടെൻഷനും പേടികളും ആങ്സൈറ്റിയും ഡിപ്രഷൻ സിംറ്റംസും വികാരങ്ങളും ഒക്കെ ഉള്ളപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും കഴിയാത്ത ഇവർ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക പോലുമില്ല. കേൾക്കുന്നത് പിന്നെ, അതായത് അതുപോലെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇവർക്കത് ശ്രദ്ധിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാമത്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുക. ഇവർ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല, ഇവർക്ക് സ്വയം ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ല, ഇവരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല, അൺറിലയബിൾ എന്നാണ് പറയുക. യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല, അവർ റിലയബിൾ ആണ്. പക്ഷെ അവർ ഓവർവെൽമിംഗ് ആയിരിക്കുന്ന സമയത്ത്, അവരുടെ മനസ്സിൽ ഇത്രയധികം ചിന്തകൾ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല, അവർക്കതിനുള്ള സാഹചര്യവുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഒരു ചിന്തയുമില്ല എന്ന് പറയും. സ്വന്തം കാര്യം മാത്രം നോക്കിയിരുന്നോളും, മറ്റുള്ളവരുടെ കാര്യമൊന്നും അവർക്കൊരു വിഷയമല്ല എന്നാണ് സാധാരണ ജനങ്ങൾ പറയുക. അതും യാഥാർത്ഥ്യമല്ല. അവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട്. മറ്റുള്ളവർ പറയുന്നത് പോലെ ചെയ്യണമെന്നും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ജീവിക്കണമെന്നും എല്ലാം അവർക്ക് താല്പര്യമുണ്ട്. അവർ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. പക്ഷേ അവരുടെ ശാരീരിക മാനസികാവസ്ഥ വളരെയധികം പാത്തറ്റിക് ആയതുകൊണ്ട് അവർക്കങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഇവരെപ്പോഴും നെഗറ്റീവാണ് എന്ന് പറയും. ഇവരുടെ ചിന്ത എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രമേ വരികയുള്ളൂ എന്ന് പറയും. അതും തെറ്റാണ്. ഇവർ ചിന്തിക്കുന്നത് ആക്ച്വലി നെഗറ്റീവല്ല. ഇവരുടെ ശരീരവും മാനസികവും ആയിട്ടുള്ള ലക്ഷണങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അതൊരു മാനസിക പ്രശ്നത്തിൻ്റെ ബഹിർസ്ഫുരണമാണ്, അല്ലാതെ അവരുടെ ജീവിത രീതി അങ്ങനെയല്ല. എപ്പോഴും അറ്റൻഷൻ സീക്കിംഗ് ആണ് എന്ന് പറയും. മറ്റുള്ളവരെ എപ്പോഴും സമീപിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വിഷമിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ റീഅഷുറൻസ് സീക്കിംഗ് ബിഹേവിയർ കൊണ്ടായിരിക്കാം. എപ്പോഴും മറ്റുള്ളവർ അടുത്ത് വേണം, മറ്റുള്ളവരെന്നോട് എന്തെങ്കിലും നല്ലത് പറയണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും. അറ്റൻഷൻ സീക്കിംഗ് എന്നാണ് പറയുക. പക്ഷേ ആക്ച്വലി അവർ അറ്റൻഷൻ സീക്കിംഗ് അല്ല. അവരുടെ മനസ്സിൽ അത്രയധികം വിഷമങ്ങൾ ഉള്ളപ്പോൾ അവരാഗ്രഹിക്കുന്നു, മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കട്ടെ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സിങ്ങനെയാണ്, ഒരുപാട് ബേർഡൻ എനിക്കുണ്ട്, അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ കൂടെ നിന്നാൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ അവർ കാണിച്ചു എന്ന് വരാം. അതല്ലാതെ അവർ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉള്ളവരല്ല. അവർ ലേസിയാണ്, മടിയനാണ് എന്ന് പറയും. അതും തെറ്റാണ്. അവർ ആക്ച്വലി ലേസിയാണോ മടിയനാണോ എന്നുള്ളതല്ല അവരുടെ വിഷയം. അവരുടെ ശരീരവും മനസ്സും കാണിക്കുന്ന ലക്ഷണങ്ങൾ അങ്ങേയറ്റം വളരെ പാത്തറ്റിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാരണം ഇവർക്കൊന്നും ചെയ്യാൻ തോന്നാറില്ല. കഴിയില്ല, ചെയ്യണമെന്ന് വിചാരിച്ചാലും കഴിയില്ല. അതിന് ലേസിനെസ് എന്നല്ല പറയുക, സാഹചര്യം അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വേണം കാണാൻ.
വളരെ വീക്കാണ് എന്ന് പറയും. മാനസികമായും ശാരീരികമായും വളരെയധികം വീക്കാണ്, ക്ഷീണിച്ച അവശനാണ് എന്ന് പറയും. പക്ഷേ ക്ഷീണിച്ച അവശനാണ്, പക്ഷെ മാനസികമായും ശാരീരികമായും ക്ഷീണിച്ചിരിക്കാനുള്ള കാരണം എന്താണ്? വീക്കായിരിക്കാനുള്ള കാരണം എന്താണ്? ഇവരുടെ മനസ്സിനകത്തൊരു യുദ്ധം നടക്കണം. ആ യുദ്ധത്തിൽ ഇവർ ജീവിച്ചിരിക്കാൻ എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുവാൻ ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവരുടെ മനസ്സും ശരീരവും എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ വീക്കായി നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർക്കും അത് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സെപ്പോഴും വറീഡാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവരുടെ ഉള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രമാറ്റിക് ആണ് എന്ന് പറയും, നാടകം കളിക്കുകയാണെന്ന് പറയും. അതും സത്യമല്ല. ഇവർക്ക് നാടകം കളിക്കേണ്ട കാര്യമില്ല. ആക്ച്വൽ ഡിപ്രഷൻ ഉള്ളവർക്ക്, ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർക്ക് നാടകം കളിക്കാനേ പറ്റില്ല. അവരുടെ പ്രശ്നത്തിൽ അവർ ജീവിക്കുകയാണ്. യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവരെ നമ്മളെല്ലാവരും സമൂഹം വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. ഡിപ്രസീവ് ഡിസോർഡർ ഉള്ളവർ ആരായാലും, ഏത് മാനസിക പ്രശ്നമുള്ളവരാണെങ്കിലും അവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സമൂഹത്തിന് കഴിയണം. മാനസിക പ്രശ്നമുള്ളവരെ മാനസിക പ്രശ്നമുള്ളവരാക്കി വേണം കാണാൻ. അതല്ലാതെ അതൊരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല, അവനിതിന് പ്രാപ്തനല്ല എന്നല്ല കാണുക. ഈ കാണുന്നത് കൊണ്ടാണ് സ്റ്റിഗ്മകൾ ഉണ്ടാകുന്നത്. ഈ കാണുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഡിപ്രഷൻ ഉള്ളവരെ, ഏത് മാനസിക രോഗമുള്ളവരെയും അവർക്ക് അർഹമായ മര്യാദ കൊടുത്ത് അവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും റെഡിയാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ് സമൂഹത്തിനോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.